ഹലോ, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണോ? ഇതെന്താണെന്ന് മനസ്സിലായോ? ഇത്രയും സൂം ചെയ്യാതെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് പിടിയിട്ടില്ല എന്ന് എനിക്കറിയാം. ഞാൻ ഇതൊന്ന് സൂം ചെയ്ത് കാണിക്കുകയാണ്. കണ്ടോ? ഇതാണ് വരാൽ. നല്ല പിടയ്ക്കണ വരാൽ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഞാനും ആദ്യം കേട്ടിട്ടുണ്ട് മുന്നേ, പക്ഷേ കാണുന്നത് ആദ്യമായിട്ടാണ്. കഴിഞ്ഞ ആഴ്ച ചോറ്റാനിക്കര ഒരു വീട്ടിലൊരു വേറൊരു ആവശ്യമായിട്ട് പോയപ്പോൾ അവരവിടെ കൃഷി ചെയ്യുന്ന മീനാണ്. അപ്പോൾ മീൻ കണ്ട എക്സൈറ്റ്മെൻറ്റ് നമുക്കറിയാമല്ലോ. ആദ്യമായിട്ടൊക്കെ ഇങ്ങനെ ലൈവായിട്ട് കാണുമ്പോൾ നമ്മൾ അങ്ങ് എക്സൈറ്റഡ് ആവും. അങ്ങനെ ഞാൻ ചേച്ചിയോട് പറഞ്ഞു, കുറച്ച് ഇങ്ങ് എടുത്തോ, ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ചേച്ചി പറഞ്ഞു നേരെ കൊണ്ടുപോയി ലൈവായിട്ട് ഞാൻ ഫിഷൊക്കെ മേടിച്ചു, വരാലൊക്കെ മേടിച്ചു. ചേച്ചി പറഞ്ഞു നേരെ കൊണ്ടുപോയി ഫ്രീസറിൽ വെക്കുക, 2-3 മണിക്കൂറിന് ശേഷമൊക്കെ എടുത്ത് ഇങ്ങനെ നന്നാക്കിയാൽ നന്നായി കിട്ടും എന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ ഒക്കെ പറഞ്ഞു, വളരെ ഹാപ്പി ആയിട്ട് കൊണ്ട് നേരെ ചേച്ചി പറഞ്ഞ പോലെ തന്നെ നേരെ കൊണ്ട് ഫ്രീസറിൽ വെച്ചു. ഒരു 2 മണിക്കൂറിനൊക്കെ ശേഷം ഞാൻ നന്നാക്കാൻ വേണ്ടി എടുത്ത് ഓരോ മീനായിട്ട് നന്നാക്കി തുടങ്ങിയപ്പോഴാണ് എനിക്ക് പറ്റിയ അബദ്ധം എനിക്ക് മനസ്സിലായത്. കാര്യം ചേച്ചി വിട്ടുപോയൊരു പോയിൻ്റ് ഉണ്ട്. ഇത് വഴുതി പോകും എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് മീൻ നന്നാക്കണത്, വരാൽ നന്നാക്കണത്. നമുക്ക് പിടിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് കയ്യിൽ നിന്ന് ഇങ്ങനെ തെന്നി പോകുന്നൊരു മീൻ. ഞാനത് മീൻ കളയണോ അതോ കരയണോ എന്നൊരു കൺഫ്യൂഷനായിപ്പോയി. അത്രയും ഞാൻ കഷ്ടപ്പെട്ടു. അത് 2.5-3 മണിക്കൂറോളം എടുത്തു ഇത് കംപ്ലീറ്റ് ഇങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ. പക്ഷേ ക്ലീൻ ചെയ്തെടുത്തപ്പോൾ എനിക്ക് വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. കാര്യം നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചൊരു കാര്യം നമ്മൾ ചെയ്തില്ലേ, അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ കട്ട് ചെയ്തതിന് ശേഷം പിന്നെ എന്ത് ചെയ്യണം എന്നായി. അപ്പം ഒട്ടും റിസ്ക് ഇല്ലാത്ത പണി. അതായത് ഞാൻ പറഞ്ഞു ആദ്യമായിട്ടാണ് ഞാനിത് ഉണ്ടാക്കണത് തന്നെ. അപ്പോൾ ഞാൻ ഓർത്ത് ഫ്രൈ തന്നെ ചെയ്യാം. അങ്ങനെ കട്ട് ചെയ്ത മീനിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കാശ്മീരി മുളക് പൊടി, പിന്നെ കുറച്ച് നാരങ്ങ നീര്, കുറച്ച് പച്ച വെളിച്ചെണ്ണ, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ഇത്രയും റിസ്ക് എടുത്തൊക്കെ ക്ലീൻ ചെയ്തല്ലേ, അപ്പോൾ എന്തായാലും ഇനിയൊരു റിസ്ക് വേണ്ട. അപ്പോൾ ഫ്രൈ ആകുമ്പോൾ എല്ലാവരും കഴിക്കുമല്ലോ. അതിനകത്ത് വലിയ റിസ്ക് ഇല്ലാത്തൊരു പണിയായതുകൊണ്ട് ഫ്രൈ തന്നെ ചെയ്യാമെന്ന് ഓർത്തു. അങ്ങനെ നന്നായിട്ടെല്ലാം മാരിനേറ്റ് ചെയ്തു. ഒരു അരമണിക്കൂർ മാറ്റി വെച്ചു. അരമണിക്കൂർ മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ സാധാരണ ഫ്രൈ ചെയ്യുന്ന പോലെ ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തു. ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഇതിനകത്തേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ടൊന്ന് ആദ്യം കറിവേപ്പില ഒന്ന് പൊരിച്ചെടുത്തു. ഞാൻ ഇതും ആദ്യമായിട്ടാണ് കേട്ടോ ചെയ്യണം. ഞാനിങ്ങനെ ഇതിന് മുന്നേ ചെയ്തിട്ടില്ല. അപ്പം വെറുതെ ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റിയിൽ ചെയ്ത് നോക്കിയിരുന്നു. പക്ഷേ അടിപൊളിയാണ്, നല്ലൊരു ഫ്ലേവർ കിട്ടും ഈ കറിവേപ്പില ഇങ്ങനെ ഫ്രൈ ആയിട്ട് വരുമ്പോൾ. ഫ്രൈ ചെയ്തതിന് ശേഷം കറിവേപ്പില നന്നായിട്ട് ഫ്രൈ ആയതിന് ശേഷം അതിനകത്തേക്ക് മീൻ നമ്മൾ സാധാരണ പോലെ തന്നെ മീൻ ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് കറിവേപ്പില മേലെ ചേർത്ത് കൊടുത്തു. നമ്മളൊരു ഷാലോ ഫ്രൈ, അതായത് നമ്മൾ തിരിച്ചും മറിച്ചിട്ടു, ഒന്ന് മൂടി വെച്ചു, അങ്ങനെയൊക്കെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്തു. അപ്പോൾ ഫ്രൈ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ വീണ്ടും ഒന്നിങ്ങനെ എൻ്റെ മനസ്സിൽ വന്നു, ജസ്റ്റ് എന്തായാലും ഒരു പരീക്ഷണത്തിന് ഇറങ്ങിയതാണല്ലോ, ഒരു പുതിയൊരു ഡിഷ് പരീക്ഷിച്ച് നോക്കാം. എന്തായാലും കറിയാക്കണ്ട, ഇതിനൊന്ന് മസാല ചേർത്തിട്ട് നമ്മളിങ്ങനെ പൊള്ളിച്ചൊക്കെ എടുക്കുന്നില്ലേ, അതുപോലെ പൊള്ളിക്കാണ്ട് മസാല ചേർത്തെടുത്താലോ എന്നിങ്ങനെ ഓർത്തു. അങ്ങനെ ഞാൻ ആദ്യം ഫ്രൈ ചെയ്ത മീനിലേക്ക് ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം അടുത്ത മസാലക്കൂട്ട് ഉണ്ടാക്കാനായിട്ടുള്ള അടുത്ത പരിപാടികളിലേക്ക് ഇറങ്ങി. വീണ്ടും ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തു. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. കടുക് ഇട്ട് കൊടുത്തു. കടുക് കംപ്ലീറ്റ് പൊട്ടിയതിന് ശേഷം 2 സവോള തീരെ ചെറുതായിട്ട് അരിഞ്ഞത് 2 സവോള ചേർത്ത് കൊടുത്തു. എന്നിട്ടൊരു 10-15 വെളുത്തുള്ളി, ഇച്ചിരി വലിയ അല്ലി തന്നെയായിരുന്നു കേട്ടോ. അപ്പം അത് കട്ട് ചെയ്തെടുത്തു. ഒരു 15 അല്ലിയോളം ഉണ്ടായിരുന്നു, അത് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തു. ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, അതുപോലെ 2 പച്ചമുളക്, ഇത്രയും ചേർത്തു. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു. ഇത് വഴറ്റുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. നമ്മൾ സാധാരണ പോലെ തന്നെ ഒന്നൊരു ഹാഫ് കുക്കാക്കി കിട്ടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 മിനിറ്റ് ഇതിനൊന്ന് മൂടി വെച്ച് കൊടുത്തൊന്ന് വേവിച്ചെടുത്തു. ഇതേണ്ടോ കറക്റ്റ് പാകമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇപ്പോൾ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് 2 ടൊമാറ്റോ, മീഡിയം സൈസിലുള്ള 2 ടൊമാറ്റോ കൂടെ സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഒരു നെല്ലിക്ക വലിപ്പത്തിന് പുളിയെടുത്തു, പിഴിഞ്ഞു, ആ പുളിയെ കൂടെ ചേർത്ത് കൊടുത്തു ഇതിനകത്തേക്ക്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇനി ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് കുക്കായി ആ പുളിയൊക്കെ ഒന്ന് പിടിച്ചതിന് ശേഷം വെള്ളം കംപ്ലീറ്റ് ആയിട്ടൊക്കെ ഒന്ന് വറ്റി വന്നതിന് ശേഷം ഞാൻ ഇതിനകത്തേക്ക് പൊടികൾ ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുത്തു. അതായത് കാശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തു, ഗരം മസാല 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി കുറച്ച് ആഡ് ചെയ്തു. എന്നിട്ട് നന്നായിട്ട് പച്ചമണം പോകുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്തു. വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് കുറുകി വരുന്ന സമയത്ത് ഇതിലേക്ക് ഇനി ആഡ് ചെയ്യാനുള്ളത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ മീൻസ് ഞാൻ 1-ാം പാൽ 2-ാം പാൽ അങ്ങനെയൊന്നും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല. നല്ല ഒരു ഫുൾ ഗ്ലാസ് തേങ്ങാപ്പാൽ എടുത്ത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നു. കാര്യം ഇതിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ ഫ്ലെയിം നന്നായിട്ട് ലോ ആക്കിയതിന് ശേഷം ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് ഇന്ന് കുറുക്കിയെടുക്കുക. അതാണ് നമ്മുടെ ഈ കറിക്കുള്ള ടേസ്റ്റ്. അതാണ് തേങ്ങാപ്പാൽ കംപ്ലീറ്റ് കുറുക്കി കളറൊക്കെ അങ്ങ് മാറി വന്നു കഴിഞ്ഞതിന് ശേഷം വറുത്ത് വെച്ചേക്കണ നമ്മുടെ വരാലിനെ കൂടെ ചേർത്ത് കൊടുത്ത് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് കറിവേപ്പില കൂടെ ആഡ് ചെയ്ത് ഒരു 2-3 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് ആവി കയറ്റി എടുക്കണം.
ഇന്നത്തെ എൻ്റെ ഈ വരാൽ റെസിപ്പി ഒരു ഫുൾ പരീക്ഷണങ്ങളാണ്. കാര്യം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ ഞാൻ വാങ്ങിയൊരു സാധനം, ആദ്യമായിട്ട് വാങ്ങിയ ഒരു മീൻ വരാൽ ഫ്രഷായിട്ട് വാങ്ങിയത്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് ടേസ്റ്റ് ചെയ്യണത്, ആദ്യമായിട്ടാണ് ഇത് ഞാൻ കറി വെക്കുന്നത്. അപ്പോൾ എല്ലാം എനിക്കൊരു പരീക്ഷണങ്ങളായിരുന്നു. കാര്യം ഞാനിത് ക്ലീൻ ചെയ്യണത് ആദ്യമായിട്ടാണ്. ഒത്തിരി വിഷമമായിരുന്നു അത് ക്ലീൻ ചെയ്ത് കിട്ടാൻ നേരത്ത്. ആ പെയിൻ എല്ലാം എൻ്റെ മാറിയത് ഞാൻ അവസാനം ഇതിൻ്റെ റിസൾട്ട് വന്നപ്പോഴേക്കാണ്, ഞാനിത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴേക്കാണ്. അത്ര അടിപൊളി റിസൾട്ടായിരുന്നു ഈ മീനിന്. അപ്പോൾ എൻ്റെ പരീക്ഷണങ്ങളൊന്നും വെറുതെ ആയില്ല എന്ന് ഞാൻ സത്യം ഈശ്വരനോട് നന്ദി പറഞ്ഞു. ഞാനിത് ചെയ്ത സമയത്ത് ഞാൻ അത്രയും സാറ്റിസ്ഫൈഡ് ആയിട്ട് ചെയ്തൊരു ഡിഷാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റും ഫ്ലേവറും ഒക്കെയാണ്, അത് ഞാൻ ഗ്യാരൻറ്റി പറയുകയാണ്. അപ്പോൾ ഇനി വരാൽ കിട്ടുമ്പോൾ ശ്രദ്ധിക്കാനുള്ള ഒരേ ഒരു കാര്യം, അത് നന്നാക്കി വാങ്ങുക എന്നുള്ളത് മാത്രമാണ്. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ റെസിപ്പി ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ, നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവും. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ പേജസൊക്കെ ഒന്ന് പോയി കാണുക, എൻ്റെ പേജസൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കുറേ വീഡിയോസ് എൻ്റെ പേജസിലുണ്ട്, അതൊക്കെ ഒന്ന് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ടേക്ക് കെയർ, ബൈ.